Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ആണോ? ഓർക്കുന്നോ? ഓക്കെ, എവിടെ വരെയാണ് എടുത്തു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? നാബ് സ്റ്റാൻഡേർഡ്സ് അല്ലേ ഇനി തുടങ്ങേണ്ടത് അല്ലേ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഓക്കെ, നാബ് സ്റ്റാൻഡേർഡ്സ് അതിനു മുൻപുള്ള ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധം നോക്കിയേ. ആ ഒരു മെയിൻ ആയിട്ട് നാബ് ഏതൊക്കെയായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതിലെ നാബ് ഗൈഡ് ബുക്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എത്ര ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്, അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. ഓക്കെ, ശരി. ഇനി നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഇത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു കാണാം. പഠിച്ചില്ലേ? പഠിച്ചില്ലേ? പഠിച്ചു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇത് തന്നെ അവിടെയും പഠിക്കുന്നുണ്ട്. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ 5 എണ്ണം വരുന്നുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ 5 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ 10 ചാപ്റ്റർ. അപ്പൊ നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. ഇതിന്റെയൊക്കെ എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്താ? ആ ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം, അവരുടെ വിലയിരുത്തൽ, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, തുടർ പരിചരണം മുതലായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. AAC, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP. എന്താ? രോഗിയുമായി ബന്ധപ്പെട്ട രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. എന്തായിരിക്കും? മരുന്നുകളുമായി ബന്ധപ്പെട്ട അല്ലെ? മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിസിൻസിന്റെ മാനേജ്മെന്റ്, അതിന്റെ വിതരണം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then patient rights and education, PRA. പേഷ്യൻസിന്റെ അവകാശങ്ങളും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then hospital infection control അല്ലെങ്കിൽ HIC. ഹോസ്പിറ്റലിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ 5 എണ്ണം വരുന്നുണ്ട്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC, കെയർ ഓഫ് പേഷ്യന്റ്, COP, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, and patient rights and education, PRA, hospital infection control, HIC. Then അടുത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ? ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതും 5 എണ്ണം വീതമുണ്ട്. ഫസ്റ്റ് വൺ ഏതാ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. പേഷ്യൻസിന്റെ സുരക്ഷയും അവിടുത്തെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്, PSQ. രണ്ടാമത്തേല് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റ് എന്ത് ചെയ്യുക? എംപ്ലോയീസിന് അസൈൻ ചെയ്ത് നൽകുക മുതലായ കാര്യങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. Then മൂന്നാമത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. ഫെസിലിറ്റീസിന്റെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക മുതലായ കാര്യങ്ങൾ. Then നാലാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അയോഗ്യതയുള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്യുക, റിക്രൂട്ട്മെന്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അവർക്ക് കൃത്യമായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക, അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക, അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക, കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻസ് നടത്തുക, കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും 5 എണ്ണമുണ്ട്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM.
Facility Management and Safety FMS, Human Resource Management HRM, and Information Management System IMS. So ഇതിൽ നിന്ന് patient centered standards ഏതൊക്കെയാണ്, organization centered standards ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവയിൽ ഉൾപ്പെടുന്നത് patient centered standardsൽ ഉൾപ്പെടുന്നവ ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, organization centered standardsൽ ഉൾപ്പെടുന്നവ ഏതാണ്, ഉൾപ്പെടാത്തവ ഏതാണെന്ന് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ expanded forms ചോദിക്കാം കേട്ടോ. ഇത്രയും ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ വേഗം ഒന്നത് വായിച്ചു നോക്കി. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ് അല്ലെ. ആ പേരുകൾ ഒന്ന് തറവാക്കുക കേട്ടോ. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് സ്റ്റാൻഡേർഡ്സും. ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഓൾറെഡി പഠിച്ചോണ്ട് മിസ് പിന്നെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യണം, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. ഒരു നാബിന്റെ ഡോക്യുമെന്റേഷൻ, അതായത് നാബ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ്സിന്റെ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റേഷന് വേണ്ടി എന്തൊക്കെ ആവശ്യകതകളുണ്ട്, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ മാനുവൽ. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മാനുവലുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് വർഷത്തില് എവരി ഇയർ ഓരോ വർഷവും എന്ത് ചെയ്യും, നാബ് അസസ് ചെയ്ത് അത് റിവൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നാബ് നിർബന്ധമായിട്ടും ആ ഹോസ്പിറ്റലുകാർ പാലിക്കേണ്ട, അല്ലെങ്കിൽ ഉണ്ടാക്കി രൂപീകരിച്ച് അത് പേ ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യമാണ് മാനുവൽസ്. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മാനുവല്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മാനുവൽസ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മാനുവൽസ്. ദീസ് ത്രീ മാനുവൽസ് മസ്റ്റ് ബി അസസ്ഡ് ആൻഡ് റിവൈസ്ഡ് എവറി ഇയർ. ഓരോ വർഷവും അത് വിലയിരുത്തുകയും റിവൈസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത് കമ്മിറ്റികൾ. ഹോസ്പിറ്റലിൽ വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി വേണം. ദെൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, നല്ല ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി വേണം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസിയുമായി ബന്ധപ്പെട്ടും ചികിത്സാപരമായ മറ്റു കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വേണം. കോഡ് ബ്ലൂ കമ്മിറ്റി. എന്താ കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ കോഡ് ബ്ലൂ? കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കോഡ് ബ്ലൂ പറയാം? പഠിച്ചോ? എന്താണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷൻസോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഡ് ബ്ലൂ കമ്മിറ്റി വേണം. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി വേണം. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് കൃത്യമായിട്ട് അവലോകനം ചെയ്യാനും അത് റിവ്യൂ ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റി വേണം. ദെൻ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അച്ചടക്കം കൊണ്ടുവരാനും ഗ്രീവിയൻസ് പരാതികൾ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു കമ്മിറ്റി വേണം. അതുപോലെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി, അല്ലാതെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും മറ്റ് കംപ്ലയിൻസോ കാര്യങ്ങളോ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ, അപ്പൊ അതൊരു റൂൾസും കാര്യങ്ങളോ ഒക്കെ എന്താണ് പാലിക്കാതെ വരുന്നതുമായി ബന്ധപ്പെട്ട പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. അപ്പോ നാബിന്റെ ഡോക്യുമെന്റ് റിക്വയർമെന്റ്സിൽ ഒന്നാമത് നമ്മൾ മാനുവൽ പറഞ്ഞു. എന്തുമായി ബന്ധപ്പെട്ട മാനുവലാ?
ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മാനുവലിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് അസസ് ചെയ്യും, എവറി ഇയർ അസസ് ചെയ്യും, അത് റിവൈസ് ചെയ്യും വേണം. അതുപോലെ തന്നെ കമ്മിറ്റികൾ എന്തൊക്കെ വേണം? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വേണം, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി വേണം, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വേണം, കോഡ് ബ്ലൂ കമ്മിറ്റി വേണം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി വേണം, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി വേണം, then ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി വേണം, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി വേണം. ഓക്കെ, അപ്പൊ അടുത്തതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. മൂന്നാമത്തേതായിട്ട് നാബ് റിക്വയർമെന്റിൽ, ഡോക്യുമെന്റ് റിക്വയർമെന്റിൽ വേണ്ടതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എത്ര എണ്ണമാണ് നാബ് മാൻഡേറ്റ് ചെയ്തിട്ടുള്ളത്? 32 അല്ലെ? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നാബ് മാൻഡേറ്റ് ചെയ്ത് നിർബന്ധമാക്കിയിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. 32 എണ്ണം പഠിച്ചോ? ഫോർമുലാസും പഠിച്ചു അല്ലെ? അപ്പൊ ആ ഒരു 32 എണ്ണത്തിന് പേരുകൾ മാത്രം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ടേ. അപ്പൊ മിസ് പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. പഠിച്ച ആളുകളല്ലേ, അപ്പൊ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇവിടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആ ചാപ്റ്ററിലെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് ഇവിടെ നമ്മൾ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ, ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഇത് പറഞ്ഞു തന്നെ, സമയം കളയാതെ വേഗം പറ. എന്തൊക്കെയാ പഠിച്ചത്? ഫോർമുല ഒന്നും പറയണ്ട, ജസ്റ്റ് ആ ഫോർമുല ഒന്നും പറയണ്ട കേട്ടോ. വെയിറ്റിംഗ് ടൈം, അതായത് എന്തോ ഉദ്ദേശിച്ചതാ? ഇൻഡോർ പേഷ്യൻസ് പറഞ്ഞ ഇൻപേഷ്യൻസ് അല്ലെ? ഇൻപേഷ്യൻസിന് ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ എടുക്കുന്ന സമയം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതിന്റെ റേറ്റ് അല്ലേ നമ്മൾ ഇവിടെ കാണുന്നേ അല്ലെ? പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ എടുക്കുന്ന സമയം, എത്രത്തോളം സമയം പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ എടുത്തിട്ടുണ്ട്, ആ ഒരു വെയിറ്റിംഗ് ടൈം എത്രത്തോളം വന്നിട്ടുണ്ട്, അത് നമ്മളിവിടെ റേറ്റ് കാണുന്നു. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ? ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സമയം എടുത്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് അല്ലേ കാണുന്നത് അല്ലെ? ഇനി മൂന്നാമത്തത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താ? അഡ്മിഷന് ശേഷം എത്ര പേഷ്യൻസിന് പ്രഷർ അൾസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ബെഡ് സോർ അല്ലെ? പുറം പൊട്ടുന്ന അവസ്ഥ. അത്തരത്തില് അഡ്മിഷന് ശേഷം പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോഴ്സ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, അതായത് അഡ്മിഷന് മുൻപ് അല്ല, അത് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്ത് എത്ര പേർക്ക് വന്നിട്ടുണ്ട്, അതിന്റെ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അല്ലെ? Then അടുത്തത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര റിപ്പോർട്ടുകളിൽ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അതിന്റെ നമ്പർ എടുത്ത് റേറ്റ് എടുക്കുന്നു അല്ലെ? ഇതിന്റെയൊക്കെ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തരുന്നില്ലേ ടീച്ചർ? പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. Then അടുത്തത് നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് അല്ലെ? മോക്ക് ഡ്രിൽസുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അത്തരത്തിലുള്ള മോക്ക് ഡ്രിൽസില് വേരിയേഷൻസ് എത്ര എണ്ണം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആ ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ പെർസെന്റേജ് കാണുന്നു. അതുപോലെ പെർസെന്റേജ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. രോഗനിർണയ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ്, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻസ് ആർ വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. എന്താ? എററുകൾ അല്ലെങ്കിൽ പിശകുകളോ കാര്യങ്ങളോ ഇല്ലാത്ത അബ്രിവിയേഷൻസ് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള എത്ര മെഡിക്കൽ റെക്കോർഡുകളുണ്ട്, അതല്ല എറേഴ്സ് വന്നിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എത്ര ഉണ്ട്, അതിന്റെ റേറ്റ് നമ്മൾ നോക്കുന്നു. ഇതിന്റെയൊക്കെ റേറ്റ് നോക്കുന്ന എന്തിനാ? ഈ ഏരിയാസിലേക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ലെ? ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നല്ല രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി അവിടെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് എത്ര ഇൻപേഷ്യൻസിന് ഉണ്ടായിട്ടുണ്ട്, ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ? ആ ടൈം പീരീഡിനുള്ളിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നേ, റേറ്റ് എടുക്കുന്നത് അല്ലെ? അല്ലാതെ ഒരു വർഷം മുഴുവനുള്ളതൊന്നും ആയിരിക്കില്ല. ആ ഒരു കൃത്യമായ ടൈം സമയപരിധിക്കുള്ളിൽ അതിൽ എവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള എത്ര പേർക്ക് ഇത്തരത്തില് ഡ്രഗ് റിയാക്ഷൻസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
Then percentage of unplanned return to OT. ഓപ്പറേഷൻ തിയേറ്ററിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമല്ലാതെ പിന്നെയും തിരിച്ചു വരേണ്ടതായിട്ട് പേഷ്യൻസിന് തിരികെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കാണുന്നു. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, എന്താ ജസ്റ്റ് മിസ്സായി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ജസ്റ്റ് മിസ്സായി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തില് നിയർ മിസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ അല്ലെ, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺസ്, അതായത് പൂർണ്ണമായ വിവരങ്ങൾ പേഷ്യൻസിന് കൈമാറാതെ അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. Then percentage of transfusion reaction, ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസോ കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കാണുന്നു. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര രോഗികള് അവരുടെ രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തു സ്വീകരിച്ചു, അവരുടെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure to prevent hostile events like wrong site, wrong patient, wrong surgery have been adhered to. നമ്മൾ കേട്ടിട്ടുണ്ടാവും റോങ് സൈറ്റിൽ വരുന്ന സർജറീസ് ചെയ്യാറുണ്ട്, തെറ്റായ സൈറ്റിൽ അല്ലെ, റോങ് പേഷ്യന്റ് മാറിപ്പോവാറുണ്ട് അല്ലെ, റോങ് സർജറി ചെയ്യാറുണ്ട്, തെറ്റായ സർജറികൾ ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ഇവന്റ്സുകളോ കാര്യങ്ങളോ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ. ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് ആ ഓർഗനൈസേഷൻസ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സർജറികളുടെ ശതമാനം. അതുപോലെ മെഡിക്കേഷൻ എറർ റേറ്റ്, മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ഐസിയു ഉണ്ടാവുന്ന മരണനിരക്കുകളുടെ റേറ്റ് എടുക്കുന്നു. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്. എന്താ, ഒരു പ്രാവശ്യം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു പോയവരായിരിക്കാം, അപ്പൊ അവർക്ക് ആ ഒരു അവരെ ഓക്കെ ആയിട്ട് തിരികെ പോയവരായിരിക്കും. ആ ഒരു 72 മണിക്കൂറിനുള്ളിൽ തിരികെ ഇതേ അവസ്ഥയിൽ തന്നെ അവർ പിന്നെയും തിരികെ ഇതേ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സുമായിട്ട് റിട്ടേൺ ആയിട്ട് വരികയാണെങ്കിൽ അത്തരം സംഭവങ്ങളുടെ പെർസെന്റേജ് കാണുന്നു. അതുപോലെ catheter related urinary tract infections, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് catheter പ്ലേസ് ചെയ്യുന്ന ആളുകളിൽ എത്ര പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ ഒരു പീരീഡിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് എടുക്കുന്നു. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ ഉണ്ടായിട്ടുള്ള ആളുകളുടെ പെർസെന്റേജ്. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, ഇപ്പൊ നമ്മൾ കാനലാസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കെങ്കിലും ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, എന്താ ഹാൻഡ് ഹൈജീൻസ് ആ ഒരു ശുചിത്വം പാലിക്കുന്ന ആളുകളുടെ എണ്ണം അതിന്റെ റേറ്റ് എടുക്കുന്നു. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് മാറ്റിവെക്കേണ്ടതായിട്ട് അല്ലെ, അവിടെ നിന്ന് പോസ്റ്റ്പോൺ ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ ടേൺ ഓവർ ഓൺ ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് വിതരണം ചെയ്യാനായിട്ട് എത്രത്തോളം സമയം എടുത്തു അതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡിലും ICUയിലുള്ള പേഷ്യൻസിന്റെയും നഴ്സിന്റെയും റേഷ്യോ എടുക്കുന്നു. അതുപോലെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ടൈം എത്രത്തോളം ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്ത് റേറ്റ് എടുക്കുന്നു. ദെൻ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ഏരിയാസുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ടൈം എത്രത്തോളം ഉണ്ടായിരുന്നു അതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിസിൻസിന്റെ സ്റ്റോക്ക് ഔട്ട് ഏതൊക്കെയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് അതിന്റെ റേറ്റ് എടുക്കുന്നു. പേഷ്യന്റ് ഫോളോ റേറ്റ് അല്ലെ, പേഷ്യൻസ് എന്തെങ്കിലും കാല വീഴുകയോ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, നീഡിൽസുമായി ബന്ധപ്പെട്ടെങ്കിൽ നീഡിൽസ് കുത്തിയുള്ള എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ അങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ, ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ.
അവരുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും അടുത്ത ആളിലേക്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ അവരത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഓവർ ചെയ്ത ആ ഒരു മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുള്ള അത് കൃത്യമായിട്ട് പാലിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ റേറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നമ്മുടെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പഠിച്ചതല്ലേ? എല്ലാം പഠിച്ചതല്ലേ? ഇനി അത് വേറെ എക്സ്പ്ലെയിൻ ചെയ്യണോ മിസ്? അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോയത്. നിങ്ങൾ ഓൾറെഡി ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഫോർമുലാസും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ പേരുകൾ മാത്രം ഇതിൽ നമ്മൾ ഇത്രയും പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ഇതില് ഉൾപ്പെടുന്നുണ്ടെന്ന് പഠിച്ചാൽ മതി. ഇനി നമ്മൾ ഇത് ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇത് പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് കണക്റ്റഡ് ആവും കേട്ടോ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 32 എണ്ണം ഉണ്ട്, അത് ഇന്നതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് ഓൾറെഡി നിങ്ങൾ അവിടെ പഠിച്ചത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് മിസ് പറയാനില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? ഇവിടെ വരെ ഓക്കെ ആണോ? അപ്പൊ നമ്മള് നാബിന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ മാനുവൽ ആയിരുന്നു, സെക്കൻഡ് വൺ കമ്മിറ്റീസ് ആണ്, തേർഡ് വൺ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് സൈനേജ് ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യൻസിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും. സൈൻ ബോർഡുകള് കണ്ടിട്ടുണ്ടോ? പേഷ്യൻസ് പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അവർ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും രണ്ടുമുണ്ട്, അവകാശങ്ങളും അവര് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും. അത് രണ്ട് ലാംഗ്വേജ് ബൈലിംഗ്വൽ ആണ്, രണ്ട് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ഒന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മലയാളമാണ് ഒന്നാമത്തെ ലാംഗ്വേജ്, രണ്ടാമത് സാധാരണയായിട്ട് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുക അല്ലെ? അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് ഇപ്പൊ മലയാളം അറിയാത്തവരാണെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ രണ്ട് ലാംഗ്വേജിൽ ഇത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നാ പറയുന്നത്. അഞ്ചാമത്തത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകൾക്ക് കൃത്യമായ പരിശീലനങ്ങൾ കൊടുത്തതിന്റെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അതുപോലെ സെവൻത് വൺ ആണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള മറ്റ് ആവശ്യകതകളും കാര്യങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. ഓരോ 6 മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തണം. എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ല, ഇന്റേണൽ ഓഡിറ്റ് അവിടെയുള്ള എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് ഇൻ എ ഇയർ, ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. Then 10th one ആണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്, which consists of identification, reporting, reviewing and action on incidents. This could consist of near miss, sentinel event or adverse events. അതായത് ഇവിടെ എന്തെങ്കിലും ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തോ, അതിന്റെമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ റിവ്യൂ ചെയ്തത് അവലോകനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എന്തൊക്കെയാണ് ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് ഇൻസിഡന്റ് റിപ്പോർട്ടുകളിൽ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതുമായി ഇപ്പൊ നിയർ മിസ് അങ്ങനെയുള്ള സംഭവങ്ങളാവാം, സെന്റിനൽ ഇവന്റ്സ് പറഞ്ഞാൽ അൺആന്റിസിപ്പേറ്റഡ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നതാവാം, അഡ്വേഴ്സ് ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇവന്റ്സോ പ്രവർത്തനങ്ങളോ പ്രോസസ്സോ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ്, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു, അത് റിവ്യൂ ചെയ്തോ, അവലോകനം നടത്തിയോ, അതിനെതിരെ എന്ത് ആക്ഷൻ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു റിപ്പോർട്ട് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങള് ഒരു ലാബിന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റിൽ ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ലാബ് എന്ത് ചെയ്യും? ഡെസ്ക്ടോപ്പ് ആയിട്ട് അസസ്മെന്റ് നടത്തും. ചിലപ്പോൾ നേരിട്ട് ഓൺസൈറ്റ് അസസ്മെന്റ് നടത്താം, അല്ലായെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഇൻഫർമേഷൻസ് അയച്ചു കൊടുത്താൽ അവർ ഓൺലൈൻ ആയിട്ട് അസസ്മെന്റുകളും നടത്താം. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടും കൂടിയാണ് അവര് ആ ഒരു അക്രഡിറ്റേഷൻ തരണമോ അതല്ലെങ്കിൽ അത് പുതുക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ ഇവിടെ വരെ? 10th പോയിന്റ് വരെ ക്ലിയർ ആണോ? ജസ്റ്റ് അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ.
ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. അത് എന്താണ് ആ പോയിന്റ്സ് 10 ഏതൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. നമ്മൾ ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ ക്വാളിറ്റി ഇൻഡിക്കേറ്ററിന്റെ മറ്റു പേര്? അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ. ക്വാളിറ്റി ഇൻഡിക്കേറ്ററിന് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നുള്ളത്. അത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് അതർവൈസ് കോൾഡ് key performance indicator. Underline ചെയ്തിട്ട് then quality refers to the degree of adherence to pre-established criteria or standard. ഇത് നിങ്ങൾ ഓർക്കുന്നോ? നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു ഡെഫിനിഷൻ പഠിച്ചതാണ് ക്വാളിറ്റിയെ പറ്റി. ഒന്നാമത്തെ ഒരു ISO ഡെഫിനിഷൻ പഠിച്ചു. രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് ഇത്. ഇതാണ് ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു pre-established criteria or standard. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ആ ഒരു അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ന് പറയാം അല്ലെ. Then indicators as a statistical measure of the performance of function, system or process over a period of time. ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ആ ഒരു പീരീഡ് ഓഫ് ടൈം പീരീഡിൽ അല്ലെ, ഒരു നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ അവരുടെ അവിടെ നടക്കുന്ന പെർഫോമൻസുകളാവാം, ഫങ്ഷൻസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ആവാം, അതുമായി ബന്ധപ്പെട്ട ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലേ ഇൻഡിക്കേറ്റർ അല്ലെ. ഇപ്പൊ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നുണ്ടോ, അത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലേ നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കുറെ പഠിച്ചു അല്ലെ. 32 എണ്ണം പഠിച്ചു. ആ 32 എണ്ണവും ഓരോ ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മെഷർ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഒരേ ഏരിയ ബേസ് ചെയ്തല്ലോ നമ്മൾ പഠിച്ചത് ആണോ? എല്ലാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഒരേ ഏരിയ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ പഠിച്ചത്? അല്ല, ഇത് ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയാസിനെ ബേസ് ചെയ്താണ് റേറ്റ് എടുക്കുന്നത് അല്ലെ. ഒരെണ്ണം ഇൻപേഷ്യൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരെണ്ണം ഔട്ട് പേഷ്യന്റ് ബേസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഏരിയയുമായി ബന്ധപ്പെട്ടാവാം അല്ലെ. അങ്ങനെ പല ഏരിയാസിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചത്. അപ്പൊ അത് ഓരോന്നും ചില ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ ഏതൊക്കെ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണേ. അപ്പൊ അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയും, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തിയും പറയും. അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അതിൽ ചെറുത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഭാഗം എളുപ്പമായിരിക്കും. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞല്ലോ ഇൻഡിക്കേറ്റേഴ്സ് എന്താന്നുള്ളത്, അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കേ. അപ്പൊ നോക്കിയേ, ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഫോർ KPE ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്നാണ് കേട്ടോ KPEയുടെ അർത്ഥം. അപ്പോ കീ പെർഫോമൻസ് ഡ്രൈവ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. അതില് ഫസ്റ്റ് വൺ ആണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്ററിനെ വിലയിരുത്തേണ്ടതും കൃത്യമായിട്ട് ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഇത് മെഷർ ചെയ്യേണ്ടത്, ക്വാളിറ്റിയും അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെഷർ ചെയ്യേണ്ടത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. അപ്പൊ നഴ്സിംഗ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും അത് വിലയിരുത്തേണ്ട അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയുടെ പേരും അവിടെ തന്നെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവേ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അത് ചെയ്യേണ്ടത്. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ് വരൂല്ലേ ഇതില് അല്ലേ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ ഒരു ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റിന്റെ ഇനിഷ്യൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമയം വരുമോ? ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങള് മനസ്സിലാക്കി നോക്കിയേ. അത് നിങ്ങളൊന്ന് ആലോചിക്കേ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ അല്ലെ. അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തേണ്ട ഒരു ഇൻഡിക്കേറ്റർ ആണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് പേഷ്യന്റ് ഓർ ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ്. രണ്ടാമത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. രണ്ടാമത് ചിലത് മാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 32 എണ്ണം ലാബ് നിർബന്ധമാക്കിയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്.
അല്ലാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ചിലവ മാത്രം കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രം ഒന്ന് സെപ്പറേറ്റ് നോക്കിയാൽ മതിയാവും കേട്ടോ. ബാക്കി ഓൾറെഡി നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് എളുപ്പമായിരിക്കും. അപ്പൊ രണ്ടാമത്തേൽ പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. കൃത്യമായിട്ട് ഏതൊക്കെ പേഷ്യൻസിനാണ് നഴ്സിംഗ് കെയർ പ്ലാനുകൾ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്, അവരുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാനുകൾ കൃത്യമായി രേഖപ്പെടുത്തി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ പെർസെന്റേജ് എത്ര എന്നുണ്ട്, അതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. മൂന്നാമത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, മരുന്നുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ്. നാലാമത്തത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. സെന്റിനൽ ഇവന്റ് എന്താന്ന് പറഞ്ഞാൽ അതാണ് താഴെ പറയുന്നത്. ഗ്യാതേർഡ് ആൻഡ് എക്സാമിൻ വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്രത്തോളം സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ നമ്പർ. അതായത് a sentinel event is defined as any unanticipated event in a healthcare setting that result in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient illness. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത് സെന്റിനൽ ഇവന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ആരോഗ്യ പരിചരണ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ സെറ്റിംഗ്സില് അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ തലത്തില് ഒരു അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് അത്തരത്തിലൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവഴി ചിലപ്പോ ആ ഒരു പേഷ്യന്റിന് മരണമോ അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആ പേഷ്യൻസിന് എന്ത് സംഭവിച്ചേക്കാം, പരിക്കുകൾ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇതൊരിക്കലും ആ പേഷ്യന്റിന്റെ നാച്ചുറൽ കോസ് ഓഫ് ഇൽനെസ് വഴി വരുന്നതല്ല. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് വന്നിട്ടുള്ളതാവാം, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന ഒരു അപ്രതീക്ഷിത സംഭവമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു രോഗവുമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വരിക, ആ രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അല്ലാതെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ വെച്ചിട്ട് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒരു സംഭവങ്ങളോ ഉണ്ടാവുകയാണ്. അതുവഴി ചിലപ്പോൾ ആ പേഷ്യന്റിന് എന്ത് പറ്റാം, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പരിക്കുകളോ അനുഭവപ്പെടുകയാണെങ്കിൽ അത്തരം ഇവന്റ്സിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയും? ഒരു നിയർ മിസ്സസ് പോലെയുള്ള കേസുകൾ പറയാം. എന്തെങ്കിലും സംഭവം വരാനിരുന്നത് ജസ്റ്റ് മിസ്സായി പോയതായിരിക്കാം. അല്ല എങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ റോങ് സൈറ്റ്, റോങ് ഇഞ്ചുറി, റോങ് എന്താണ് സൈറ്റ്, റോങ് ആയിട്ടുള്ള പേഷ്യൻസ് ആയി മാറുന്നത്, റോങ് സർജറി നടത്തുന്നത്, ഇതൊക്കെ ഇതിൽ വരില്ലേ? അല്ലാതെയും പല കേസുകളും നിങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ കേൾക്കാറില്ലേ? അതൊരിക്കലും ആ പേഷ്യന്റ് പ്രതീക്ഷിച്ചു വരുന്ന ഒരു കാര്യമാണോ? അല്ല. ആ ഹെൽത്ത് കെയർ സെറ്റിംഗിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യമാണ്. അല്ലേ? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ സർജറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം, അല്ലേ? അതിനുശേഷം ചിലപ്പോ അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സുകൾ വരാലോ, അതില്ലേ? അപ്പൊ അത്തരത്തില് അപ്പൊ ഒരിക്കലും ആ പേഷ്യന്റിന്റെ ആ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരാതെ അല്ല, അത് ബന്ധപ്പെട്ട അല്ല, അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ഇൽനെസ്സുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ ആ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ വെച്ചിട്ട് അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ചിലപ്പോൾ അവർ മരണം സംഭവിക്കുന്നതാവാം, ചിലപ്പോ അല്ലെങ്കിൽ എന്താണ് സീരിയസ് ആയിട്ടുള്ള ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നതാവാം. ഇത്തരത്തിലുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെന്റിനൽ ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ റേറ്റ് ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ അത്തരത്തിലുള്ള സെന്റിനൽ ഇവന്റ്സ് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ എടുത്ത് റേറ്റ് കാണും. ക്ലിയർ അല്ലേ? അടുത്തത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് that near miss might have happened but not happened. അല്ലെ? നിയർ മിസ്സുകളുടെ എണ്ണം. അപ്പൊ അങ്ങനെ നിയർ മിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കാനിരുന്നതായിരുന്നു, അല്ലെ? നമ്മുടെ തലനാരിഴകളിൽ ജസ്റ്റ് മിസ്സായെന്ന് പറയും, അല്ലെ? അപ്പൊ സംഭവിച്ചിരുന്നെങ്കിൽ അതിൽ ഒരുപാട്
ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായേനെ. അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അതുപോലെ പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആപ്ലിക്കബിൾ ടു ഡോക്ടർ ആൻഡ് നഴ്സസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ഓരോ പേഷ്യൻസിനെ അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് അവര് ഈ മെഡിക്കൽ റെക്കോർഡുകൾ ഒരു പേഷ്യന്റിന്റെ അടുത്ത ആളിലേക്ക് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അങ്ങനെ ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു ഷിഫ്റ്റ് സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്, അത് ആ ഡോക്ടറുടെയും നഴ്സിന്റെയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. ദെൻ അടുത്തത് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറർ. പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ തെറ്റുകൾ വരാറില്ലേ? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പിശകുകൾ വരാറുണ്ടോ? കുറെ പേരുകളുള്ള പേഷ്യൻസ് ആവാം അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരാറില്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പിശകുകൾ വന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ കൈ ശുചിത്വം അത് പാലിക്കുന്നതിന്റെ എത്ര പേര് അത് പാലിക്കുന്നുണ്ട്, അതിന്റെ എണ്ണം എടുക്കുന്നു, അതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICUവിലും വാർഡിലുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോയുടെ ആ ഒരു റേറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്രയും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് എഡ്യൂക്കേറ്റർ നോക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ചോദിക്കാം, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റർ ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു 9 എണ്ണം നിങ്ങളുടെ മനസ്സിൽ വേണം. മനസ്സിലാവുന്നോ? ഏതൊക്കെയാണ്? ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ്, percentage of inpatient cases in which nursing care plan is documented, percentage of medication error, number of sentinel events reported and gathered and examined within the defined time frame. എന്താണ് sentinel events പറഞ്ഞു, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then percentage of near misses, അതുപോലെ proper handovers during shift change and incidents of patient identification errors, adherence to hand hygiene practice, then nurse patient ratio for ICU and ward. വേഗം ഒരു വായിച്ച് നോക്കിയത്, അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷൻ പറയാം. ഇതെന്താണെന്നല്ലാണ്ട് ചോദിക്കാം. സെന്റിനൽ ഇവന്റ്സ് പോലെയുള്ളവ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ബാക്കിയൊക്കെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുള്ളേ. വെച്ച് കഴിഞ്ഞോ? ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് അത് കൃത്യമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും.
അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് IPD. എന്താണ് IPD? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് മുതലായവയുമായി ബന്ധപ്പെട്ട സമ്പർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. OPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. അപ്പൊ രണ്ടും ഉണ്ട്. ഈ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അവിടുത്തെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് എടുക്കുന്നു, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. Then അടുത്തത് IPD, ഇൻസിഡന്റ് നീഡ്ലിസ്റ്റിക് ഇഞ്ചുറീസ് ആൻഡ് OPD, ഇൻസിഡന്റ് നീഡ്ലിസ്റ്റിക് ഇഞ്ചുറി. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നീഡ്ലിസ്റ്റിക് ഇഞ്ചുറീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പരിക്കുകളോ കാര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ OPD-യുമായി ബന്ധപ്പെട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും നീഡ്ലിസ്റ്റിക് ഇഞ്ചുറി മുതലായിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നു. അതുപോലെ ഇൻസിഡൻസ് ഓഫ് ഫോൾസ്. എന്താ? പേഷ്യൻസ് ഫോൾ റേറ്റ്, പേഷ്യൻസ് വീഴുകയോ തട്ടി വീഴുകയോ തെന്നി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് ഇവിടെ വരിക? എന്തുകൊണ്ടായിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോളിൽ എന്തുകൊണ്ടായിരിക്കും അത് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെന്നി വീഴുകയോ അല്ലെങ്കിൽ തട്ടി വീഴുകയോ അങ്ങനെയുള്ള പേഷ്യൻസ് ഫോൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനും വൃത്തിയൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ടാവില്ലേ? അല്ലെ? എല്ലാ ഏരിയാസും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടല്ലേ? ആ സാനിറ്റേഷനും ക്ലീനിനെസ്സും ഒന്നും നോക്കാത്തത് കൊണ്ടല്ലേ? അപ്പൊ അത്തരത്തില് ഇവിടെ അതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലീനെസ്സോ ഹൈജീനോ അല്ലെങ്കിൽ സാനിറ്റേഷനോ ഒന്നും അവിടെ പാലിക്കുന്നില്ല. അതിന്റെ ആ ക്വാളിറ്റിയിൽ അവര് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ക്വാളിറ്റിയിൽ കുറവ് വരുത്തുന്നുണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലെ പേഷ്യൻസ് തെന്നി വീഴുകയോ തട്ടി വീഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോർ അത്രയും നീറ്റായിട്ട് ഇടുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്താണെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവരത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ അൾസേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിഷന് ശേഷം എത്ര പേർക്ക് വന്നിട്ടുണ്ട്, അത്തരം സംഭവങ്ങളുടെ റേറ്റ് എടുക്കും. അതുപോലെ തന്നെ കത്തീറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, സെൻട്രൽ ലൈൻസ് നമ്മുടെ കാനലാസ് ഫേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, സർജിക്കൽ സൈറ്റ് ആ ഒരു സർജറി ചെയ്ത സൈറ്റുകളിൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. അപ്പോ ഒരു ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട എക്സിയൻ നേഴ്സ് എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് നോക്കേണ്ട indicators are IPD, OPD, incidence of blood body fluid exposure, അതുപോലെ തന്നെ IPD, OPD യുമായി ബന്ധപ്പെട്ട incidence of linguistic injuries, incidence of falls, incidence of hospital associated ulcers after admission, catheter associated urinary tract infection, ventilator associated pneumonia rate, central line associated bloodstream infection rate, surgical site infection rate. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു? ഓക്കെ, ശരി. നെക്സ്റ്റ് പറയുവാണ്. നെക്സ്റ്റ് ICU ഓർ എമർജൻസി. ICU അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ICU ഓർ എമർജൻസി.
നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഐസിയുലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണത് ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടത്. അതിലാകെ 3 പറയുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ഒരു എമർജൻസി പേഷ്യന്റ് വന്നാൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്താനെടുത്ത ടൈം അല്ലെങ്കിൽ ആ ഒരു സമയം എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ റേറ്റ് എടുക്കുന്നു. രണ്ടാമത്തത്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കണ്ടീഷൻ. എന്താ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പോയിട്ടുള്ള പേഷ്യന്റ് അതേ സിമിലർ പ്രസന്റിംഗ് കണ്ടീഷനുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരികെ റിട്ടേൺ ചെയ്ത് വരുന്നതിനെയാണ് നോക്കുന്നത്. മൂന്നാമത്തത്, റീ ഇൻറ്റുബേഷൻ റേറ്റ്. എന്താ, റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. എന്നുവെച്ചാല് റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചില്ലേ? ഇൻറ്റുബേഷൻ പഠിച്ചോ? എന്താണ് ഇൻറ്റുബേഷൻ? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. ബ്രീത്തിങ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വസനത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ട്രക്കിയ വഴി ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവരുടെ എയർവേ ഓപ്പൺ ആക്കി വെക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഇൻറ്റുബേഷൻ. ശരിയല്ലേ? ശ്വസനത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അന്നനാളത്തിലൂടെ എന്താണ് ഒരു കുഴലിറക്കി കൃത്രിമ ശ്വാസം നിലനിർത്തുകയാണ് അല്ലെ. അപ്പൊ അതിനെയാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. റീ ഇൻറ്റുബേഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? റീ ഇൻറ്റുബേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു പ്രാവശ്യം ഓൾറെഡി അവർക്ക് അനസ്തേഷ്യ, ഇപ്പൊ ജനറൽ ആയിട്ടുള്ള അനസ്തേഷ്യ ആയിരിക്കാം, അല്ലെങ്കിൽ റീജിയണൽ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇൻറ്റുബേഷൻ ചെയ്ത പേഷ്യന്റ് ആണ്. അവർക്ക് ഇൻറ്റുബേഷൻ കൊടുത്തു, അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞ് അവർ നോർമൽ ആയതുകൊണ്ട് ഒക്കെയാണ്, അവർക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അതിനെയാണ് എക്സ്റ്റുബേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ ഇൻറ്റുബേഷൻ എന്നും അത് റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്റ്റുബേഷൻ എന്നും പറയും. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രാവശ്യം അനസ്തീഷ്യ കൊടുത്ത് ഇൻറ്റുബേഷൻ നടത്തിയിട്ടുണ്ട്, അതിനുശേഷം പേഷ്യന്റ് ഓക്കെ ആവുന്ന സമയങ്ങളില് നമ്മൾ അത് എക്സ്റ്റുബേഷനും നടത്തിയിട്ടുണ്ട്, ഈ ട്യൂബ് റിമൂവ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം ചിലപ്പോൾ അവർക്ക് പിന്നെയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ കാര്യങ്ങളോ വന്നേക്കാം. ദിവസങ്ങളാവണമെന്നില്ല, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിൽ പിന്നെയും അവർക്ക് ആദ്യത്തെ പോലെ തന്നെ ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും കാര്യങ്ങളും വന്നു അവർക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ പിന്നെയും രണ്ടാമതും ഇൻറ്റുബേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? റീ ഇൻറ്റുബേഷൻ, അത്തരത്തില് റീ ഇൻറ്റുബേഷൻ ഐസിയുവിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് റീ ഇൻറ്റുബേഷൻ നടത്തിയിട്ടുള്ള പേഷ്യൻസ് എത്ര ഉണ്ട്, അത്തരം സംഭവങ്ങളുടെ എണ്ണം എടുത്ത് റേറ്റ് എടുക്കുന്നു. അതാണ് റീ ഇൻറ്റുബേഷൻ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അപ്പൊ ആദ്യം അനസ്തേഷ്യ കൊടുത്ത് ഇൻറ്റുബേഷൻ നടത്തി, അതിനുശേഷം എക്സ്റ്റുബേഷൻ നടത്തിയിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും നമ്മൾ ഇൻറ്റുബേഷൻ നടത്തുന്നതിനെയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അത്തരത്തിൽ എത്ര പേഷ്യൻസിന് ഇങ്ങനെ റീ ഇൻറ്റുബേഷൻ ആവശ്യമായി വന്നിട്ടുണ്ട്, ആ ഒരു ടൈം ഫ്രെയിമിൽ എന്ന് നോക്കൂ, അതിന്റെ റേറ്റ് എടുക്കുന്നു. അപ്പോ ICU എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട 3 ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നിടത്ത് സമയം. രണ്ടാമത്തത് ആ സെയിം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 72 മണിക്കൂറിനുള്ളിൽ സെയിം പ്രസന്റിംഗ് കംപ്ലൈന്റ്, സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സുമായിട്ട് റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസിന്റെ കേസുകളുടെ എണ്ണം. മൂന്നാമത്തത് റീ ഇൻറ്റുബേഷൻ റേറ്റുകളുടെ എണ്ണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ചെയ്യുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
Okay. Then fourth one ആണ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ആള്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനില് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഇതിന്റെ പെർസെന്റേജ്. ഇപ്പൊ ചില പേഷ്യൻസിന് ചിലപ്പോൾ റീജിയണൽ അനസ്തേഷ്യ ആയിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്, പക്ഷെ അവരുടെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ജനറൽ അനസ്തേഷ്യയിലേക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം, ജനറൽ അനസ്തേഷ്യ പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തി ചിലപ്പോൾ റീജിയണൽ അനസ്തേഷ്യോ ലോക്കൽ അനസ്തേഷ്യോ ആയിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അവരുടെ അനസ്തേഷ്യ പ്ലാനിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്തത്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. ചിലപ്പോ അനസ്തേഷ്യക്ക് ശേഷം ആസൂത്രിതമല്ലാത്ത അൺപ്ലാൻഡ് ആയിട്ട് അവിടെ ആസൂത്രണമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ വെന്റിലേഷൻ സഹായങ്ങൾ ആവശ്യമായി വന്നിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഇൻസിഡന്റുകളുടെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. എന്താ, അനസ്തേഷ്യക്ക് ശേഷം അൺഫേവറബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ടോ? അനസ്തേഷ്യക്ക് ശേഷം അൺപ്ലാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാവാറില്ലേ? ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊക്കെ പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഇവന്റ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അടുത്തത്, അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. Then percentage of unplanned return to OT. ഓപ്പറേഷൻ തിയേറ്ററിൽ ആസൂത്രിതമല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള പേഷ്യൻസിന് തിരിച്ചുവരവ്. അതുപോലെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് റീഷെഡ്യൂൾ ചെയ്ത് എത്ര കേസുകളുണ്ട് അതിന്റെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് hostile events like wrong site, wrong patient, wrong surgery have been adhered to. Wrong site, wrong patient, wrong surgery മുതലായവ കേസുകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഓർഗനൈസേഷൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സർജറികളുടെയും ഇത്തരത്തിലുള്ള പ്രൊസീജിയറിന്റെ എണ്ണം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ റേറ്റ് എടുക്കുന്നു. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ് സ്യൂട്ടബിൾ പ്രോഫിലാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. സർജറി ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിനുള്ളിൽ എത്ര പേര് രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ എണ്ണം. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് പ്ലാൻഡ് സർജറീസ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. അതായത് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ള സർജറികളിൽ മാറ്റം വരുത്തിയിട്ടുള്ള കേസുകളുടെ എണ്ണം. അതായത് പ്ലാൻ ചെയ്ത സർജറി മാറ്റം വരുത്തി വേറൊരു ദിവസം വെച്ചാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി പറഞ്ഞു. ഇവിടെ അതിലല്ല, അവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ സർജിക്കൽ പ്രൊസീജിയറുകളിലെ ആ സ്ട്രാറ്റജിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നു. അപ്പൊ ചിലപ്പോ ഓപ്പൺ സർജറി ആയിരിക്കാം പ്ലാൻ ചെയ്തിരിക്കാം, പക്ഷെ അത് മാറ്റി ചിലപ്പോ എന്താക്കാം, ലാപ്രോസ്കോപ്പിക് പോലെ കീഹോൾ സർജറി പോലെ ആക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ അവരുടെ പ്ലാൻഡ് ആയിട്ടുള്ള സർജറിയുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പൊ അത് അവർക്ക് നല്ല രീതിയിലുള്ള സേഫ്റ്റി ഉറപ്പുവരുത്താനും നല്ലൊരു ഔട്ട്കം റിസൾട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസുകളുടെ എണ്ണമാണ് പെർസെന്റേജ് ആയിട്ട് ഇവിടെ കാണുന്നത്. അടുത്തത് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. എന്തായിരിക്കും റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്? റീ എക്സ്പ്ലോറേഷൻ ഇപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. എത്ര പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്? എന്തിന്റെ പെർസെന്റേജ് ആണ്? ഒരു സെക്കൻഡ് സർജറി അല്ലെ, ഒരു ഇനിഷ്യൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ ശതമാനം. മനസ്സിലായോ? റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് പേഷ്യന്റ് ഹു റിക്വയർ എ സെക്കൻഡ് സർജറി ആഫ്റ്റർ ആൻ ഇനിഷ്യൽ ഓപ്പറേഷൻ. ഒരു ഇനിഷ്യൽ ഓപ്പറേഷന് ശേഷം ഒരു സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? അടുത്തത് OT യൂട്ടിലൈസേഷൻ റേറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റേറ്റ്. അപ്പൊ ഇത്രയും ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഏതൊക്കെയാ? പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് ശേഷം വെന്റിലേഷൻ സഹായങ്ങൾ ആവശ്യമായി
പ്രതീക്ഷിക്കാതെ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം, അൺഫേവറബിൾ ആയിട്ടുള്ള അനസ്തേഷ്യ ഇവന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം, മോർട്ടാലിറ്റി അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം, അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ തിരിച്ചു വരവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, സർജറീസ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം, അതുപോലെ ബ്രോങ്സൈറ്റ്, ബ്രോങ് ഇഞ്ചറി, ബ്രോങ്കേഷൻ മുതലായിട്ടുള്ള എന്താണ് ബ്രോങ്കേഷൻ മുതലായിട്ടുള്ള അത്തരത്തിലുള്ള മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് അത് ഓവർകം ചെയ്യാനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പാലിച്ചുകൊണ്ട് നടത്തിയതിന്റെ റേറ്റ്, അതുപോലെ തന്നെ എത്ര പേഷ്യൻസ് ആണ് സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിനുള്ളിൽ അവരുടെ രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ്, അതുപോലെ തന്നെ പ്ലാന്റ് സർജറിയിൽ മാറ്റങ്ങൾ വരുത്തി നല്ല സേഫ്റ്റിയും അവർക്ക് നല്ല ഔട്ട്കം ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാന്റ് സർജറിയുടെ ആ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം, റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ പെർസെന്റേജ് എങ്ങനെയുള്ളതാ, ഇനിഷ്യൽ ഓപ്പറേഷൻ നടന്നിട്ട് സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട റേറ്റ്. ഇത്രയും ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തത് വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കി ഭാഗം ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.